മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുപയർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ചെറുപയറും കൊണ്ടുള്ള ഈ ഒരു വട. അപ്പോൾ നമുക്ക് ചെറുപയർ കൊണ്ടുള്ള വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഏകദേശം 1.5 കപ്പോളം ചെറുപയറുണ്ട്. ഇത് 10-12 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത് കളയണം. ഇല്ലെങ്കിൽ നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അംശം നമ്മുടെ വടയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വടയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ലൂസായിട്ടിരിക്കും. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് പയർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, മുഴുവനും ഇടുന്നില്ല. ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാണ്ടാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കുറച്ച് പയറുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ബോളുകൾ ഉണ്ടാക്കി നമുക്കിത് തിളച്ച എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള ചെറിയ ചെറിയ വടകൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല മൊരിഞ്ഞുമാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ റെസിപ്പി ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം.